ഇടുക്കി പൈനാവിൽ ഭാര്യാമാതാവിനെയും ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി സന്തോഷ് പിടിയിലായി. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ കമ്പംമെട്ടിൽ നിന്നുമാണ് ഇയാളെ ഇടുക്കി പോലീസ് പിടികൂടിയത്. വയോധികയുടെയും മകന്റെയും വീടിന് ഇന്ന് പുലർച്ചെ തീയിട്ടിരുന്നു. വീട് കത്തിച്ചത് ഇയാൾ തന്നെയാണെന്നാണ് നിഗമനം. കൃത്യം നിർവഹിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതിനിടെയാണ് പോലീസ് പിടികൂടിയത്. ഇടുക്കിയിൽ നിന്നും സ്റ്റാലിൻ വിവരങ്ങളുമായി ചേരും. സ്റ്റാലിൻ, മരുമകനാണ് വില്ലൻ അല്ലേ? ഭവ്യ, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. എന്തായാലും കഴിഞ്ഞ ജൂൺ 6 ഭാര്യാഭവനത്തിലെത്തി ഭാര്യ മാതാവിനെയും അതുപോലെ തന്നെ ചെറുമകളെയും പെട്രോൾ ഒഴിച്ച് തീ വെച്ചതിന് ശേഷം ഇയാള് ഇവിടെ നിന്നും കടന്നു പോവുകയായിരുന്നു. കഴിഞ്ഞ 10 ദിവസക്കാലമായിട്ട് ഇയാളെ ഇടുക്കി പോലീസ് തെരയുന്നതിനിടെയാണ് ഇന്ന് പുലർച്ചെ 6 മണിയോടെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് ഇയാളെ പിടിയിലാവുന്നത്. എന്തായാലും ഇയാളെ ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇയാളെ പിടികൂടാത്തതിന്റെ പേരിൽ പോലീസിനെതിരെയൊക്കെ വലിയ രൂക്ഷമായ വിമർശനങ്ങൾ നാട്ടുകാരിൽ നിന്നും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ ഈ ഇയാളുടെ ഭാര്യ മാതാവ് അന്നക്കുട്ടി പൈനാവ് 56 കോളനി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അന്നക്കുട്ടി തമ്പി താമസിക്കുന്ന വീടും അതുപോലെ തന്നെ ഇവരുടെ ഇളയ മകൻ ലിൻസ് വാടകയ്ക്ക് താമസിക്കുന്ന വീടും 2 വീടുകൾക്ക് തീയിട്ടതായി കണ്ടത്. പുലർച്ചെ 3 മണിക്ക് ശേഷം അതുവഴി ഈ പന്നികൾക്ക് തീറ്റ എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി, സ്ഥിരമായി പോകുന്ന ഒരാളാണ് അതിലെ കടന്നുപോയപ്പോൾ തീ കാണുകയും പെട്ടെന്ന് പരിസരവാസികളെ ഒക്കെ വിളിച്ച് അറിയിച്ചാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ഉടനെ ഇടുക്കി പോലീസും അതുപോലെ ഇടുക്കി ഫയർഫോഴ്സും ചെന്ന് തീ കെടുത്തി. ഏതായാലും അന്നക്കുട്ടിയുടെ സ്വന്തം വീടിന് കാര്യമായ ക്ഷതം ഏറ്റില്ല. എങ്കിൽ കൂടി രണ്ടാമത് ഉള്ള വീട് മകൻ താമസിക്കുന്ന ലിൻസ് താമസിക്കുന്ന വീട്ടിൽ ഭൂരിഭാഗവും കത്തി നശിച്ചു. ഈ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കാരണം അന്നക്കുട്ടിക്ക് അന്നത്തെ പരിക്ക് മൂലം 6-ാം തീയതി ഉണ്ടായ സംഭവത്തിലെ പരിക്ക് മൂലം തീവ്രപരിചരണ വിഭാഗത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞു വരുന്ന സമയമാണ്. അവരിപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊച്ചുകുട്ടിയും അവിടെ തന്നെ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇവര് മറ്റു സ്ഥലങ്ങളിലായിരുന്നു. ലിൻസ് എന്ന് പറയുന്ന ഇളയ മകൻ ഇന്നലെ ജോലി സ്ഥലത്തേക്ക്, അയാള് ജോലി ചെയ്യുന്ന സ്ഥലം അടിമാലിക്കടുത്താണ്, അവിടേക്ക് പോയിരുന്നു. അപ്പം ഇയാള് ഒരുപക്ഷെ വൈകുന്നേരം വീട്ടിലെത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നാണ് പോലീസിന്റെ നിഗമനം. ഇയാള് ഈ സന്തോഷ് അവിടെ എത്തി തീയിട്ടു എന്നൊക്കെയാണ് കരുതുന്നത്. എന്തായാലും രാവിലെ 6 മണിയോടെ കമ്പംമെട്ടിലെ ചെക്ക് പോസ്റ്റിലാണ് ഇയാളെ പിടിയിലായിരിക്കുന്നത്. ഏതാനും സമയത്തിനകം, മിക്കവാറും ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഇയാളെ ഇടുക്കി സ്റ്റേഷനിലേക്ക് എത്തിക്കും. എന്താണേലും പോലീസ് വളരെ ദിവസങ്ങളായിട്ട് അലഞ്ഞു തിരിഞ്ഞ് ശരിക്കും തമിഴ്നാട്ടിലൊക്കെ ഏറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നെങ്കിലും ഇയാളെ കിട്ടിയിരുന്നില്ല. കാരണം ഇയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇയാളെ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ആകെ ഉള്ള ഒരു ബൈക്കിന്റെ നമ്പർ മാത്രമാണ് ഇയാളെ കണ്ടെത്താനുള്ള ഏക ഉപാധിയായിട്ട് പോലീസിന് ഒരു തുമ്പ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും അറിവ് കൊടുത്തെങ്കിലും ഈ ഒരു ബൈക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് പുലർച്ചെ ഈ ബൈക്കിൽ അയാള് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോഴാണ് അവിടെ വെച്ച് ചെക്ക് പോസ്റ്റിലെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടുകയും ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം അവിടെ നിന്നുമാണ് ഇപ്പൊ ഇടുക്കി പോലീസ് ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവ്യ, ശരി, നന്ദി. വി കെ സ്റ്റാലിൻ. കുടുംബ പ്രശ്നത്തിൽ കേസ് എടുക്കാത്തതിനാൽ ഭർത്താവ് പോലീസ് ജീപ്പ് അടിച്ചു തകർത്തു. ചിത്ര പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് ആക്രമണം. ചിത്ര പുതുശ്ശേരി സ്വദേശി ധർമ്മദാസാണ് ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു പൊട്ടിച്ചത്. ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യ എടുത്ത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകിയെന്നാണ് ധർമ്മദാസിന്റെ പരാതി. ഭാര്യയുടെ പേരിൽ മോഷണത്തിന് കേസെടുക്കണമെന്ന് ധർമ്മദാസ് വാശി പിടിച്ചു. പൊതുമുതൽ നശിപ്പിച്ചതിന് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ബിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും. ബിനീഷ്, എന്താണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചത്? എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം? എന്താണ് സംഭവം? ഇത് കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ ഒരു അക്രമമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 6:30 ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. കൊല്ലം ചിത്ര പുതുശ്ശേരി സ്വദേശിയായ ധർമ്മദാസ് ആണ് ചിത്ര പോലീസ് സ്റ്റേഷനിൽ വന്ന് അക്രമം നടത്തിയത്. ആ പോലീസ് സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിരുന്ന 2 പോലീസ് ജീപ്പുകൾ ഇയാൾ അടിച്ച് തകർക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്കും അക്രമം നടത്തി.
ഇന്ന് രാവിലെ 6 മണിക്ക് പോലീസുകാരുടെ എണ്ണം വളരെ കുറവായിരുന്നു സ്റ്റേഷനിലുള്ളിൽ. അങ്ങനെ തന്നെ ഇയാളെ കീഴ്പ്പെടുത്താനും ഇത് പ്രയാസപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഭാര്യയുമായിട്ടുള്ള ഒരു തർക്കത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തിയത്. ഭാര്യയ്ക്കെതിരെ ഇയാൾ മോഷണക്കുറ്റത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതി പോലീസ് കേസെടുത്തില്ല എന്നാരോപിച്ച് ഈ ഒരു പ്രകോപനത്തെ തുടർന്നായിരുന്നു ഇയാൾ ഇങ്ങനെയുള്ള അക്രമം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവിനെയും വിളിച്ചു വരുത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി വിടുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസിൽ നിന്നും അറിയുന്നത്. തുടർന്ന് ഇന്ന് രാവിലെയാണ് 6:30 ഇയാൾ ഈ ഒരു അക്രമം നടത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. വിനേഷ്, ഇയാൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ട് ഉള്ള ആളാണോ? അങ്ങനെ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഇവർ തമ്മിൽ കുടുംബ പ്രശ്നമാണ് ഇതിന് കാരണം. ഒരു വസ്തു, ഈ ഭാര്യയുടെ പേരിലുള്ള ഒരു വസ്തു വിൽപ്പന നടത്തിയിരുന്നു. ഇതിൽ 3 ലക്ഷം രൂപ ഇവർ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ 3 ലക്ഷം രൂപ ഭർത്താവ് അറിയാതെ ഭാര്യ ഒരു പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് നടത്തി. അങ്ങനെ ആ ഒരു പ്രശ്നമാണ് ഇത് വലിയ രീതിയിലേക്ക് കലാശിച്ചത്. ഇതിനെ തുടർന്ന് ഇതിലുണ്ടായ ഒരു വിരോധമാണ് ഈ ഭാര്യയ്ക്കെതിരെ ഭർത്താവ് പരാതി നൽകുകയും ചെയ്തു. ഈ പരാതി തുടർന്നാണ് കേസെടുക്കാത്തതിനാൽ ഇങ്ങനെ ഒരു അക്രമത്തിലേക്ക് എത്തിയത്. ശരി, നന്ദി വിനേഷ്. കച്ചവട പെരുമ കുറയാതെ പാലക്കാട് വാണിയംകുളം കന്നുകാലി ചന്ത. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടന്നത് 25 കോടി രൂപയുടെ കച്ചവടമാണ്. 4 ലക്ഷം രൂപ വിലയുള്ള കന്നുകളടക്കം 800 കിലോ തൂക്കമുള്ള കാലികൾ വരെ ചന്തയിലെത്തി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കന്നുകാലി വ്യാപാരമാണ് വാണിയംകുളം ചന്തയിൽ നടക്കുന്നത്. മാംസത്തിന് വില വർധനയുണ്ടെങ്കിലും കച്ചവടത്തിന് കുറവൊന്നുമില്ല. കണ്ണൂർ, തിരുവനന്തപുരം, കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് വരെ ഇത്തവണ കന്നുകാലി വ്യാപാരം നടന്നു. ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ എത്തിയത്. 55 ലോഡിലധികം കന്നുകാലികളാണ് എത്തിയത്. ഇതിനു പുറമെ നാടൻ കന്നുകളും ഇത്തവണ പെരുന്നാൾ ചന്തയിൽ കൂടുതലായി എത്തിയിരുന്നു. ഭയങ്കര വില, കാരണം ആന്ധ്രയുടെ മാട് വരല് കമ്മി, പിന്നെ തമിഴ്നാട് മാട് കമ്മിയാണ്. എന്താ പിന്നെ വരുന്ന വഴിയിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളുള്ളതാണ് കമ്പനി ഉടമസ്ഥന്മാര് പറഞ്ഞത്. എന്താ നോക്കാം, നമുക്ക് നല്ല തിരക്കാ. ഇന്നിപ്പോ കണ്ടില്ല, കഴിഞ്ഞ വർഷത്തേക്കാളും തിരക്ക് കൂടുതലാണ്. പക്ഷെ മാടിന് വില ജാസ്തി, ഭയങ്കര വില. നമുക്ക് കഴിഞ്ഞ വർഷം 25,000 ഇപ്പൊ 50,000 കഴിക്കാൻ. അവര് പറഞ്ഞത് അവിടെ വില കൂടുതലാണ്, അവിടെ വാങ്ങാൻ കിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പട്ടാമ്പിയിൽ മോഷ്ടാക്കൾ വിലസുന്നു. കീഴായൂർ ഗ്രാമത്തിൽ നിരവധി മോഷണങ്ങളാണ് അടുത്തിടെ നടന്നത്. പെട്രോളിംഗ് നടത്തുന്ന പോലീസ് ജീപ്പിന് മുന്നിലൂടെ ഓടുന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഏകദേശം 1 മാസം മുമ്പ് ഇവിടെ വേറൊരു വീട്ടിൽ, അടച്ചിട്ട വീട്ടിൽ ഇതേപോലെ ഒരു കളവ് നടന്നിരുന്നു. ഇത് 2ാമത്തെ ഇൻസിഡൻ്റാണ് മിനിഞ്ഞാന്ന് നടന്നത്. ഇത് വളരെ ഷോക്കിംഗ് ആണ്. എല്ലാവരും വളരെ ഭീതിയാണ്. ഇത് ഏകദേശം നമ്മളെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ഏകദേശം 2 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവർ കയ്യിൽ മാരകായുധങ്ങളുമായി മെയിൻ റോഡിലൂടെയായിരുന്നു അവർ നടന്നിരുന്നത്. ഞങ്ങളേതായാലും ഒരു ശ്രീശൈലം റെസിഡൻസ് അസോസിയേഷൻ ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ. അവർ കാര്യമായി അത് അന്വേഷിച്ചു നടപടി എടുക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവിടെ അതേപോലെ നൈറ്റ് പെട്രോളിംഗ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടിയും എടുക്കാമെന്ന് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളത് വളരെ ഫലപ്രദമായി പോലീസുകാർ അതിൽ എന്താ പറയുക, അവർ എന്തായാലും അതിൽ ഇടപെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാലക്കാട് തൃത്താലയിൽ രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് പോലീസുകാരനെ ഇടിച്ചിട്ടത്. പതിവ് പരിശോധനയ്ക്കിടെ പരുതൂർ മംഗലത്ത് ഭാഗത്ത് സംശയാസ്പദമായി കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടതോടുകൂടിയാണ് പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പോലീസിനെ കണ്ടതോടെ കാറിന് പുറത്തുണ്ടായിരുന്ന യുവാക്കൾ കാറിൽ കയറി വാഹനം മുന്നോട്ടെടുത്തു. കൈ കാണിച്ച് തൃത്താല SI ശശികുമാറിനെ കാറിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ റേഞ്ചിലുള്ള കോമ്പിങ്ങായിരുന്നു. കോമ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നൈറ്റ് പെട്രോളിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. അവർ ഈ പരിക്ക് പറ്റിയ ചെയ്യും വാഹന പരിശോധന നടത്തായിരുന്നു. അപ്പം അവർ ഈ വണ്ടി അവിടെ സംശയാസ്പദ സാഹചര്യത്തിൽ കിടക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അതുപോലെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് പറ്റിയ പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകുന്നുണ്ടായിരുന്നു. വണ്ടീൻ്റെ അടിയിൽ പിടിച്ചതാണ്.
തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനം. പുലർച്ചെ 4 മണിയോടെയാണ് ഭൂചലനമുണ്ടായത്. തൃത്താല, ആനക്കര, കപ്പൂർ, തിരുമിറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. സെക്കൻഡുകൾ മാത്രമായിരുന്നു ദൈർഘ്യം. കുന്നംകുളം, എരുമപ്പെട്ടി, വടക്കാഞ്ചേരി, വേലൂർ മേഖലകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വീടുകൾക്കും വിള്ളലുണ്ടായി. രാജു ഗുരുവായൂരുണ്ട് വിവരങ്ങളുമായി. രാജു, ഇന്നലെയും സമാനമായി ചെറിയ രീതിയിൽ തൃശൂരിൽ ഭൂചലനം ഉണ്ടായിരിക്കുന്നു. ഇന്നും തൃശൂരും പാലക്കാടും പുലർച്ചെ വീണ്ടും ഭൂചലനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. വീടുകൾക്കൊക്കെ കാര്യമായ തകരാറുകൾ ഉണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഭവ്യ, ഇന്നലെ രാവിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഉണ്ടായ ഭൂചലനത്തിൽ പല വീടുകൾക്കും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. തുടർന്ന് ഇന്ന് പുലർച്ചെയും ഭൂചലനം ഉണ്ടായതോടെ ജനങ്ങൾ ഭീതിയിലാണ്. ഗുരുവായൂർ കണ്ണാണശ്ശേരി അന്തിക്കാട് വീട്ടിൽ റോസിയുടെ വീടിന്റെ തറയിൽ വിള്ളൽ രൂപപ്പെട്ടു. ഗുരുവായൂരിനടുത്ത് എളവള്ളി പഞ്ചായത്തിലെ വാഗ, പറക്കാട്, തലപ്പള്ളി മേഖലയിലും കോട്ടപ്പടി, ഇരിങ്ങപ്പുറം, കണ്ടാണശ്ശേരി, കൂനമ്മൂച്ചി എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. കുന്നംകുളത്തേക്ക് വരികയാണെങ്കിൽ ആനാക്കലിൽ 4 വീടുകളിൽ നേരിയ തോതിൽ വിള്ളൽ ഉണ്ടായി. എന്നാൽ ഈ വീടുകളെല്ലാം കുന്നംകുളം ആർത്താറ്റ് പള്ളിയുടെ പാടശേഖരത്തിന് സമീപമാണ് എന്നുള്ളതാണ് വസ്തുത. കുന്നംകുളം എയ്യാൽ സ്വദേശി വിനോദിന്റെ വീട്ടിലെ കിണറ്റിൽ കുമിളകൾ പൊന്തി. കിണറിൽ നിന്നും വലിയ ശബ്ദം കേട്ടതോടെ കിണറ്റിൽ നോക്കിയപ്പോഴാണ് കുമിളകൾ പൊന്തി വരുന്നത് കണ്ടത്. ഈ പ്രതിഭാസം 1 മണിക്കൂർ നീണ്ടിരുന്നു. കുന്നംകുളം, ചൊവ്വന്നൂർ, കാട്ടകാമ്പാൽ, കടവല്ലൂർ, പോർക്കുളം, ചൂണ്ടൽ, എരുമപ്പെട്ടി, കടങ്ങോട് എന്നീ മേഖലകളിലും വലിയ മുഴക്കവും നേരിയ ചലനവും ഉണ്ടായി. വടക്കാഞ്ചേരി മേഖലകളിൽ 1994 ഡിസംബർ മുതൽ നിരവധി ഭൂചലനങ്ങൾ ഉണ്ടായി. വരവൂർ, ദേശമംഗലം, ഉള്ളൂർക്കര, ചെരുതുരുത്തി പ്രദേശങ്ങളിൽ ഭൂചലനം പലതവണ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ 350 ഭൂചലനങ്ങൾ വരവൂർ, തലശ്ശേരി മേഖലകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ റിക്ടർ സ്കെയിലിൽ 4 വരെ ഭൂചലന സാധ്യതയുള്ള സോണാണ് ഈ പ്രദേശങ്ങൾ എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോയ വർഷങ്ങളിൽ ഇടയ്ക്കിടെ ഭൂചലനം ഉണ്ടായതിനെ തുടർന്ന് വടക്കാഞ്ചേരി വാഴാനി ഡാമിൽ സീസ്മോഗ്രാഫ് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും കെട്ടിടം മാത്രമാണ് നിർമ്മിച്ചത്. തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. 7 വർഷം കഴിഞ്ഞിട്ടും IDRB ഇതുവരെ ഭൂചലന മാപിനി സ്ഥാപിച്ചിട്ടില്ല. 94 ഭൂചലനം തുടർ സംഭവമായതോടെ വടക്കാഞ്ചേരി, ദേശമംഗലം, തലശ്ശേരിയിൽ മാപിനി സ്ഥാപിച്ച് നിരീക്ഷണ കേന്ദ്രം തുടങ്ങി എങ്കിലും ഭൗമശാസ്ത്ര പഠന കേന്ദ്രം ഇത് നിർത്തിയത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പിന്നീട് പീച്ചിയിലുണ്ടായിരുന്ന സംവിധാനവും നിലച്ചുപോയി. നിലവിൽ ഭൂചലന തീവ്രത അറിയണമെങ്കിൽ തിരുവനന്തപുരത്തോ ഡൽഹിയിലോ ഉള്ള പഠന കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. വാഴാനി ഡിപ്പിന്റെ ഭാഗമായി സമ്പൂർണ്ണ കാലാവസ്ഥ കേന്ദ്രം സ്ഥാപിച്ചു എങ്കിലും പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ല. രാജു, ഇപ്പോൾ നിലവിൽ തൃശൂരിൽ ഭൂചലനം ഉണ്ടായത് സമീപ വീടുകളിലാണോ അല്ലെങ്കിൽ ദൂരെയുള്ള വീടുകളിലാണോ? എന്താണ് അവിടുത്തെ ആളുകളുടെ ഒരു ആശങ്ക? എത്രമാത്രമുണ്ട്? ആളുകൾ വീടുകൾ മാറി താമസിക്കണമെന്നൊക്കെ തരത്തിലേക്കൊക്കെ ചിന്തിക്കുന്നുണ്ടോ? അത്തരത്തിൽ ഒരു വലിയ ഭൂചലനം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. 4 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ വീടുകൾക്ക് നേരിയ തോതിൽ മാത്രം വിള്ളൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. മാരകമായ രീതിയിലുള്ള ഒരു ഭൂചലനം ഉണ്ടായിട്ടില്ല. എങ്കിലും ഇത് പഠന വിധേയമാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അധികാരികൾ ഇത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിന് പരിഹാരം, അതായത് പഠന വിധേയമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഭാവ്യ. ശരി, നന്ദി രാജു ഗുരുവായൂർ. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ബയോ മൈനിംഗ് പുരോഗമിക്കുകയാണ്. 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങളാണ് ഇതുവരെ സംസ്കരിച്ചത്. BPCLന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റും പൂർത്തീകരിക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിൽ ബ്രഹ്മപുരം പുതിയ അധ്യായമാകുമെന്നാണ് പ്രതീക്ഷ. ഈ ദൃശ്യങ്ങൾ ആരു മറന്നാലും കൊച്ചി നിവാസികൾ മറക്കില്ല. കാരണം തീപിടുത്തത്തിന്റെ ദുരിതമത്രയും കൊച്ചിയും പരിസര പ്രദേശങ്ങളും ദീർഘനാൾ ഏറ്റുവാങ്ങിയതാണ്. കൊച്ചിയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിച്ച ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് ബയോമൈനിംഗ് പദ്ധതിയിലൂടെ മുഖം മിനുക്കുകയാണ്. ഇനിയൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ.
ബയോമൈനിങ്ങിലൂടെ 2.93 ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു. 4 ലക്ഷത്തിനടുത്ത മെട്രിക് ടൺ മാലിന്യങ്ങൾ സ്റ്റെബിലൈസേഷൻ നടപടികൾ പൂർത്തിയാക്കി. 1360 ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. പ്ലാന്റിലേക്കുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു. പ്ലാസ്റ്റിക് മലയിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടാകുമോ എന്ന് നിരീക്ഷിക്കാൻ വാച്ച് ടവറും സ്ഥാപിച്ചിട്ടുണ്ട്. 3000 മെട്രിക് ടൺ മാലിന്യങ്ങൾ വരെ സംസ്കരിക്കാനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും നിലയിലൊരു തീപിടുത്തം ബ്രഹ്മപുരത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഒന്ന്. 2, നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിങ്ങൾ കണ്ടതാണ് ഇനിയൊരു തീപിടുത്തം, പ്ലാസ്റ്റിക്കിന്റെ തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരൊറ്റ പ്ലാസ്റ്റിക് മല പോലും ബ്രഹ്മപുരത്ത് അവശേഷിക്കുന്നില്ല എന്നാണ് എനിക്ക് വളരെ ആത്മാർത്ഥമായി നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കൺമുന്നിൽ നിങ്ങളുടെ വീഡിയോ ക്യാമറകളിൽ നിങ്ങൾ കണ്ടതാണ്. ഭൂമിയുടെ മേലുള്ള ഏതാണ്ട് മുഴുവൻ പ്ലാസ്റ്റിക്കും ഇവിടെ നിന്ന് മിക്കവാറും നമ്മൾ മാറ്റിക്കഴിഞ്ഞു. മൂന്നാമത് എനിക്ക് പറയാനുള്ള പോയിന്റ്, ഇത്തവണ നമ്മൾ ഇതിന്റെ ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ, അതായത് എത്ര ലെഗസി വേസ്റ്റ് ഉണ്ടെന്ന് ക്വാണ്ടിഫൈ ചെയ്തപ്പോൾ നിങ്ങൾ കയറി വരുന്ന സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആദ്യത്തെ ബയോമൈനിങ് കമ്പനി ആ 2 സൈഡും മാത്രമായിരുന്നു ബയോമൈൻ ചെയ്തിരുന്നത്. ഷെഡുകൾ ഉണ്ടായിരുന്നു. അതായത് ഞാനും കൂടി കൗൺസിലറായിരുന്ന പ്രൊഫസർ മേഴ്സി വില്യംസിന്റെ, അദ്ദേഹവും അന്ന് കൗൺസിലറാണ്, കാലത്ത് പണിത ബ്രഹ്മപുരത്തെ പഴയ പ്ലാന്റിന്റെ അവശേഷിപ്പുകൾ അവിടെ ഉണ്ട്. നിങ്ങൾ ബ്രഹ്മപുരം ഫയറിന്റെ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അന്ന് ആ റൂഫിന്റെ എല്ലാം മുകളിൽ, അതായത് താഴെ മുതൽ മുകളിലേക്കെല്ലാം പൈൽസ് ഓഫ് ഗാർബേജ് ആയിരുന്നു. അപ്പൊ അതുകൂടി നമ്മൾ ഇത്തവണത്തെ ബയോമൈനിങ്ങിൽ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു. മാലിന്യ സംസ്കരണത്തിനായുള്ള ബ്ലാക്ക് സോൾട്ട് GS ഫ്ലൈ എന്ന പട്ടാളപ്പുഴു പ്ലാന്റുകളും സജ്ജമാണ്. കൊച്ചി കോർപ്പറേഷൻ സ്വകാര്യ കമ്പനികളുമായി സഹകരിച്ച് 50 ടൺ ശേഷിയുള്ള 2 പ്ലാന്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇനിയൊരു തീപിടുത്തം ഉണ്ടാകില്ല എന്ന ആശ്വാസത്തിലും വിശ്വാസത്തിലുമാണ് കൊച്ചി നഗരം. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് ബണ്ണാർക്കാട് കൊമ്പംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിലാണ്. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തി ഉറങ്ങുന്നത് കുട്ടികൾ ഉൾപ്പെടെ 85 മനുഷ്യർ. ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് കനിവ് കാട്ടാതെ സർക്കാരും. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്. മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോട് ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്നും തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ എല്ലാവരും കൊണ്ടുപോകാന്ന് ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളായി. എന്റെ കുട്ടികളെ ഞാനും നോക്കണുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറേയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ്, അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്. ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിനടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരണമില്ല. ഞങ്ങൾ കുറെ പറയണമുണ്ട്. അവര് ശരിയാക്കി തരാം ഇങ്ങനെ പറച്ചിലുണ്ട്. അവര് ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല.
ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. കോഴിക്കോട് മുക്കം മുസ്ലിം ഓർഫനേജ് പ്രസിഡന്റ് വി കുഞ്ഞാലി ഹാജി നിര്യാതനായി. മുക്കം പ്രതീക്ഷ സ്കൂൾ ജനറൽ സെക്രട്ടറിയുമാണ്. ഖബറടക്കം ഇന്ന് രാത്രി 8:30 തണ്ണീർപ്പൊയിൽ ജുമാ മസ്ജിദിൽ നടക്കും. ഇടുക്കി ജില്ലാ ആസ്ഥാനമായ വാഴത്തോപ്പിൽ നൂറുകണക്കിന് KCB ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. KSEBയുടെയും ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിനും ബന്ധപ്പെട്ട ഓഫീസുകൾക്കും വേണ്ടിയാണ് ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ വഞ്ചിക്കവലയിൽ ക്വാർട്ടേഴ്സുകൾ പണിതത്. നിർമ്മാണം പൂർത്തീകരിച്ച് കമ്പനി അധികൃതർ പോയതോടെ പല കെട്ടിടങ്ങളിലും താമസമില്ലാതായി. KSEBയിലെ നിയമ തടസ്സങ്ങൾ കാരണം മറ്റാവശ്യങ്ങൾക്കോ ജനങ്ങൾക്ക് താമസിക്കുന്നതിനോ കെട്ടിടങ്ങൾ വിട്ടുനൽകിയുമില്ല. കാലങ്ങളായി ക്വാർട്ടേഴ്സുകളിൽ താമസമില്ലാതായതോടെ പലതും പൊളിച്ചു നീക്കപ്പെട്ടു. ബാക്കിയുള്ളവ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഇടുക്കി ജില്ലാസ്ഥാന മേഖലയായ ഈ വഞ്ചിക്കവല പ്രദേശത്ത് ഇടുക്കി പദ്ധതിയുടെ കാലത്ത് പണിതീർത്ത ധാരാളം ക്വാർട്ടേഴ്സുകളാണ് ഉപയോഗശൂന്യമായി പൊളിഞ്ഞ് കിടക്കുന്നത്. ഇത് ഉപയോഗയോഗ്യമാക്കി പൊതുജനങ്ങൾക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഇതിനു മുമ്പും ഗവൺമെന്റിനോട് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. പൊതുപ്രവർത്തകരും നാട്ടുകാരും നിരവധി തവണ അറ്റകുറ്റപ്പണികൾ നടത്തി മറ്റാവശ്യങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് വൈദ്യുതി വകുപ്പിനെയും ജില്ലാ ഭരണകൂടത്തെയും സമീപിച്ചെങ്കിലും അധികൃതർ പരിഗണിച്ചില്ല. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് സന്ദർശകർക്ക് താമസിക്കാൻ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തപ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് മാത്രം കെട്ടിടങ്ങൾ നശിക്കുന്നത്. കഴിഞ്ഞ ദിവസം വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഈ ജില്ലാ ആസ്ഥാനത്ത് തങ്ങുന്നതിനുള്ള സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഇവിടെ വാസയോഗ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സുകളോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് വളരെയധികം പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും ഒക്കെ താമസസൗകര്യമില്ലാതെ വലയുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകുകയുണ്ട്. അത് ഈ ക്വാർട്ടേഴ്സുകളൊക്കെ നവീകരിച്ചുകൊണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വാടകയ്ക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും എന്നതിൽ തർക്കമില്ല. എം മണി വൈദ്യുതി മന്ത്രിയായിരിക്കെ വാഴത്തോപ്പിലെ KSEB ക്വാർട്ടേഴ്സുകൾ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ല. പല സർക്കാർ ഓഫീസുകളും ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാ ആസ്ഥാനത്തെ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് താമസിക്കാൻ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് ഇത്രയധികം ക്വാർട്ടേഴ്സുകൾ കാടുകയറി നശിക്കുന്നത്. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് നിരവധി സർക്കാർ ഓഫീസുകൾ ഇപ്പോഴും വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നിരവധി ജീവനക്കാർ, ആയിരക്കണക്കിന് ജീവനക്കാരും താമസിക്കുന്നത് വാടക കെട്ടിടങ്ങളിൽ കൂടിയാണ്. എന്നാൽ KSE ബോർഡിന്റെ ഇത്തരത്തിലുള്ള നിരവധി കെട്ടിടങ്ങൾ കാടുപിടിച്ച് നശിക്കുമ്പോഴും ഇത് അധികൃതർ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുപ്രവർത്തകരും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങൾ നവീകരിച്ച് ജനങ്ങൾക്കും അതുപോലെ തന്നെ നാടിനും പ്രയോജനപ്രദമാക്കണം എന്നാണ് ഉയരുന്ന ആവശ്യം. ഇടുക്കിയിൽ നിന്നും VK സ്റ്റാലിൻ, ന്യൂസ് 18. കാസർഗോഡ് വലിയ പറമ്പ് ദ്വീപിനെ ഇല്ലാതാക്കുന്ന അനധികൃത മണലൂറ്റിനെതിരെ കർശന നടപടിക്കൊരുങ്ങി ഗ്രാമപഞ്ചായത്ത്. മണലെടുപ്പ് തടയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. കടലും കായലും ചുറ്റപ്പെട്ട വലിയ പറമ്പിൽ മണലൂറ്റ് രൂക്ഷമായതിനാൽ പ്രദേശങ്ങൾ കരയിടിച്ചിലിലും കടലാക്രമണത്തിലും ഇല്ലാതാകുന്ന സ്ഥിതിയാണ്. അഴിമുഖത്ത് ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി മണൽത്തിട്ടകൾ കാലാകാലങ്ങളായി നീക്കുന്നുണ്ട്.
പോർട്ടിന്റെ കീഴിൽ നൽകുന്ന പാസ് വഴി ടൺ കണക്കിന് പുഴമണലാണ് ദിവസവും എടുക്കുന്നത്. ഇതിന്റെ മറവിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ 100 കണക്കിന് തോണികൾ ഓരോ ദിവസവും അനധികൃതമായി മണലെടുക്കുന്നുണ്ട്. ചന്തേര പോലീസും കോസ്റ്റൽ പോലീസും പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ അറിയിച്ചു. മാവിലക്കടപ്പുറത്തെ തകർന്ന സംരക്ഷണ ഭിത്തി, കായലിലെയും അഴിമുഖത്തെയും മണലെടുപ്പ് പ്രദേശങ്ങൾ, ഒരിയരയിലെ കടലാക്രമണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലായിരുന്നു അധികൃതരുടെ സന്ദർശനം. പോർട്ടിന്റെ അധീനതയിലില്ലാത്ത സ്ഥലത്ത് നിന്നാണ് അനധികൃതമായിട്ടുള്ള മണലെടുപ്പ് നടക്കുന്നത്. നമ്മുടെ മാവിലാക്കടപ്പുറം പാലത്തിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയാവുന്ന തരത്തിലാണ് ഇപ്പോൾ ആ സ്ഥലത്ത് പോലും വന്നിട്ട് മണലെടുക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ അനധികൃതമായിട്ടുള്ള മണലെടുപ്പിനെതിരെ അതിശക്തമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കും അതീതമായി ഈ നാടൊന്നാകെ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോവും. ന്യൂസ് 18 കാസർഗോഡ്.